ജോത്സ്യം പറയുന്നത് വിശ്വസിക്കാതെ ഇവന്റെ ഭാവി വെച്ച് കളിക്കാൻ എനിക്ക് പറ്റില്ല. നിന്റെ കുടുംബത്തെക്കുറിച്ച് നീ ചിന്തിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ കല്യാണത്തിന് ശേഷം നീ ഈ കുടുംബത്തോടൊപ്പമല്ലേ കഴിയേണ്ടത്. അതുകൂടി ഓർത്തിട്ട് ഒരു തീരുമാനം എടുക്കും. അമ്മ എത്ര തവണ ചോദിച്ചാലും എന്റെ ഉത്തരം മാറാൻ പോകുന്നില്ല. വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. ഇനി തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ. പാറു, നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് നീ മനസ്സിലാക്കുന്നുണ്ടോ? വായിൽ തോന്നിയതുപോലെ ഓരോന്ന് സംസാരിക്കരുത്. ശോഭ ഇത്രയും ശാന്തമായി നിന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോ നീ ഇങ്ങനെ മര്യാദയില്ലാതെ സംസാരിക്കുന്നത് ശരിയാണോ? ആളുകളുടെ മനസ്സ് ചെറുതായി പോലും നോവിക്കാൻ ആഗ്രഹിക്കാത്ത ആളാണ് നീ എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മറ്റെന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ടാണ്. നിന്റെ പ്രശ്നം എന്താണെന്ന് ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് നിന്നെ സഹായിക്കാൻ പറ്റൂ. വെറുതെ നീ നിന്റെ ജീവിതം നശിപ്പിക്കരുത്. എന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റിയ ഒരവസ്ഥയിലല്ല ഞാനിപ്പോ ഉള്ളത്. എനിക്ക് എന്റെ കുടുംബമാണ് ഏറ്റവും വലുത്. ബാക്കിയുള്ളവരെ പറ്റി എനിക്കിപ്പൊ ചിന്തിക്കാൻ പറ്റില്ല. പ്രിയനെയും ഈ കുടുംബത്തെയും കുറിച്ച് ചിന്തിക്കാൻ നിനക്ക് പറ്റില്ലെന്നാണോ അതിന്റെ അർത്ഥം? 3 മാസത്തിനുള്ളിൽ കല്യാണം നടന്നില്ലെങ്കിൽ അവന്റെ കല്യാണം പിന്നീട് ഒരിക്കലും നടക്കില്ലെന്നാണ് ജോത്സ്യം പറഞ്ഞത്. എനിക്ക് അത് കാര്യമാക്കാതിരിക്കാൻ പറ്റില്ല. അവന്റെ കാര്യത്തിൽ നീ എന്താ തീരുമാനം എടുക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. നിങ്ങൾ എത്ര ചോദിച്ചാലും എന്റെ ഉത്തരം ഒന്ന് തന്നെയാ. നിങ്ങളുടെ മകനെ 3 മാസത്തിനുള്ളിൽ കല്യാണം കഴിപ്പിക്കണം എന്ന നിർബന്ധം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് വഴങ്ങുന്ന ഏതെങ്കിലും പെൺകുട്ടിയെ കൊണ്ട് നിങ്ങളുടെ മകനെ കല്യാണം കഴിപ്പിച്ചോളൂ.